ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മെ തകർക്കുകയും തളർത്തുകയും ചെയ്യുന്ന ദുരന്തങ്ങളാണ് ജീവിത പരാജയങ്ങൾ. പരാജയങ്ങളിൽ ഇടറിപ്പോകുന്ന മനസ്സിന്റെ അടിസ്ഥാനമുറപ്പിക്കാൻ പലപ്പോഴും ആശ്വാസവാക്കുകളും മഹത് വചനങ്ങളും പ്രയോജനപ്പെടാറില്ല. നിരാശയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയ മനസ്സിനെ ഉയർത്തുവാൻ സൈക്കോതെറാപ്പിയും ചിലപ്പോൾ പ്രയോജനപ്പെടാതെ വരാറുണ്ട്. മിഥ്യാഭിമാനക്കാരും വൈകാരിക പക്വതയും ഇഗോ സ്ട്രെങ്ത് കുറഞ്ഞവരുമൊക്കെ പരാജയത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പരാജയപ്പെട്ട തന്നെ ലോകം മുഴുവൻ പരിഹാസത്തോടും അവഗണനയോടും കൂടെ കാണും. ഇനി ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമില്ല എന്നൊക്കെ എക്സ്ട്രീമായി ചിന്തിച്ച് ഇവർ വ്യാകുലപ്പെടും. ജോലി, ദാമ്പത്യം, പേരന്റിംഗ് തുടങ്ങിയവയിലെ വീഴ്ചകൾ തികച്ചും സ്വാഭാവികമാണ്. എത്രയായാലും നമ്മളൊക്കെ മനുഷ്യരല്ലേ. ചിലരുടെ വീഴ്ചകൾക്കും പരാജയങ്ങൾക്കും പാപവും കാരണമാകാറുണ്ട്. പക്ഷേ പരാജയപ്പെടുന്നതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സമീപനത്തിൽ മാറ്റം വരില്ല. സ്നേഹം കുറഞ്ഞു പോവില്ല. ഈ സത്യം എല്ലാ വിശ്വാസികളും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പരാജയപ്പെടുമ്പോഴുള്ള ദൈവത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ബൈബിളിൽ നിന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യാശയോടെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാനും ചുവടുവെച്ച് മുന്നോട്ടു പോകാനുമൊക്കെ ആ അറിവ് നമുക്ക് വളരെ സഹായകരമാകും. ജീവിത പരാജയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ തിരുവചനം പറഞ്ഞു തരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 1. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പരാജയങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയും ഉയർത്തെഴുന്നേൽപ്പും. എനിക്ക് തെറ്റ് സംഭവിച്ചുപോയി, ക്ഷമിക്കണം, യഥാസ്ഥാനപ്പെടുത്തണം എന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കും. ലോകത്തെ ജയിച്ച ക്രിസ്തുവിലൂടെ എല്ലാ പരാജയങ്ങളെയും നമുക്ക് വിജയമാക്കാൻ കഴിയും. 1 യോഹന്നാൻ 1:9 നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പരാജയപ്പെടുന്നവരെ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം എന്നതാണ് 2ാമത്തെ കാര്യം. റോമലേഖനം 8:1-2 ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. നമ്മുടെ സ്വർഗസ്ഥ പിതാവ് ക്ഷമാശീലനാണ്. പരാജയവും വീഴ്ചയും സംഭവിക്കുന്ന തന്റെ മക്കളെ അവനൊരിക്കലും തള്ളിക്കളയില്ല. 3. വീണുപോയവർക്കും പരാജയപ്പെട്ടവർക്കും വീണ്ടും അവസരങ്ങൾ നൽകുന്നവനാണ് നമ്മുടെ ദൈവം. പരസ്യമായ പാപവും വീഴ്ചയും സംഭവിച്ച ദാവീദ് പാപക്ഷമയ്ക്കായി ദൈവത്തോട് യാചിച്ചപ്പോൾ ദൈവം ക്ഷമിച്ചു. മാത്രവുമല്ല, ദാവീദിന്റെ കാലശേഷവും ദാവീദിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം കുറഞ്ഞില്ല. അത് യൂദാ ഗോത്രത്തോട് ദൈവം പ്രകടിപ്പിച്ചു.
2 രാജാക്കന്മാർ 8-ാം അധ്യായം 19-ാം വാക്യം. എങ്കിലും കർത്താവ് തന്റെ ദാസനായ ദാവീദിനെ പ്രതി യൂദയെ നശിപ്പിച്ചില്ല. കാരണം അവനും അവന്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. വലിയ മനസ്സുള്ള പലർക്കും മാപ്പ് കൊടുക്കാൻ കഴിയാറുണ്ട്. എന്നാൽ കടക്കാരുടെ അപരാധങ്ങൾ അപ്പോഴും മനസ്സിലുണ്ടാകും. അതാണ് മാനുഷിക ബലഹീനത. ദൈവം പാപങ്ങൾ ക്ഷമിക്കുന്നവനും അത് മറന്നുകളയുന്നവനും പിന്നീട് ഓർക്കാതിരിക്കുന്നവനുമാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭിച്ചവർ കുറ്റബോധത്തിന്റെ ഭാരങ്ങൾ ചുമന്ന് ജീവിതകാലം മുഴുവൻ തളരേണ്ട കാര്യമില്ല. ദാസരിൽ ഒരുവനെന്ന് വിളിക്കപ്പെടുവാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ലെന്ന് ഏറ്റുപറഞ്ഞ ധൂർത്തപുത്രന് പ്രിയപ്പെട്ട മകന്റെ പദവി നൽകിയ ദൈവത്തിന്റെ വിസ്മയ സ്നേഹത്തെ നമ്മൾ ഒരിക്കലും സംശയിക്കരുത്. അവർ ഗാഡ് ഈസ് ഗാഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. നമ്മുടെ പരാജയത്തിന്റെ പേരിൽ ദൈവം നമ്മെ ഡിസ്ക്വാളിഫൈ ചെയ്യില്ല എന്നതാണ് 4-ാമത്തെ കാര്യം. ക്രിസ്ത്യാനികളുടെ പീഡകനും അവർക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയവനുമായിരുന്നു ശൗൽ. മനം തിരിഞ്ഞ് കർത്താവിലേക്ക് തിരിഞ്ഞു വന്നപ്പോൾ അവനെ സ്വീകരിച്ചു. മാത്രമല്ല, വലിയ നിയോഗങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 15-ാം വാക്യം. കർത്താവ് അനന്യാസിനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് ശൗൽ. പൗലോസിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ക്രൂരതയും പരാജയങ്ങളും അദ്ദേഹത്തെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായി അഭിഷേകം ചെയ്യുന്നതിന് ദൈവത്തിന് തടസ്സമായില്ല. 5. നമ്മുടെ പരാജയങ്ങളെ ആത്മീയ വളർച്ചയ്ക്കും തെറ്റായ മനോഭാവങ്ങളുടെ തിരുത്തി എഴുതലിനും ദൈവം പ്രയോജനപ്പെടുത്തും. ക്രിസ്തുവിന്റെ സ്നേഹത്തെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ആവർത്തിച്ച് ചോദിച്ച് സ്നേഹത്തിൽ ഉറപ്പിച്ചു. ഓരോ പരാജയങ്ങളിലൂടെയും വലിയ ജീവിത പാഠങ്ങളും തിരിച്ചറിവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വിവേചിച്ചു തരുന്നുണ്ട്. നമ്മളത് തിരിച്ചറിയണം, സ്വയം തിരുത്തണം. അതെ, പരാജയങ്ങളും വീഴ്ചകളും വിജയകരമായ ക്രിസ്തീയ വളർച്ചയ്ക്ക് ദൈവം പ്രയോജനപ്പെടുത്തുന്ന അനുകൂല സാഹചര്യങ്ങളാണ്. നമ്മുടെ പാപപ്രവൃത്തികളിലും പരാജയങ്ങളിലും ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കും എന്നതാണ് 6-ാമത്തെ കാര്യം. 103-ാം സങ്കീർത്തനം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയുമില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും നമ്മൾ തട്ടി വീഴുമ്പോൾ എഴുന്നേൽക്കുവാനും മനം തിരിയുവാനും മാനസാന്തരപ്പെടുവാനും അവൻ നമുക്ക് സമയം തരും. Failing in the Christian life does not mean you are a failure.
It means you are normal. പരാജയങ്ങളുടെ കുറ്റബോധത്തിലും ലജ്ജയിലും ഗോസിപ്പുകളിലുമൊക്കെ മനസ്സ് ഇടറുമ്പോൾ നിഷേധചിന്തകൾക്കും വികാരങ്ങൾക്കും നമ്മൾ ഒരിക്കലും ഇടം കൊടുക്കരുത്. ഉപാധികളില്ലാത്ത ദൈവ സ്നേഹത്തിൽ, അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗാഡ്, നമ്മൾ മനസ്സുറപ്പിക്കണം. അനേകം പരാജിതരെയും നിരാശയുടെ ചുഴിയിൽ വീണുപോയവരെയും കൈപിടിച്ചുയർത്തി ശക്തി പകർന്ന് വിജയത്തിന്റെ പടവുകളിലേക്ക് കൈപിടിച്ചു നടത്തിയ ദൈവത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. പരാജയപ്പെട്ട് വീണുകിടക്കുന്ന നിങ്ങളെ കണ്ടിട്ടും കാണാതെ പലരും കടന്നു പോയേക്കാം. ക്രൂശിലെ ക്രിസ്തുവിനെ നോക്കി നിന്ദിച്ചവരെ പോലെ നിങ്ങളുടെ നിസ്സഹായതയിൽ പരിഹാസവും ഗോസിപ്പും പറഞ്ഞ് കടന്നു പോകുന്നവരും ഉണ്ടായേക്കാം. കരുതുന്നവനും കരുണയുള്ളവനുമായ നല്ല ശമറിയക്കാരനായ കർത്താവ് ഇടറി വീഴുന്ന നിങ്ങളുടെ അടുക്കൽ തീർച്ചയായും ഓടിയെത്തും. ഹൃദയമുറിവുകളിൽ ആണിപ്പാടുള്ള സൗഖ്യദായക കരങ്ങൾ വയ്ക്കും. നിന്റെ കാതുകളിൽ സാന്ത്വനം പകർന്നു തരും. യെറീഹോ താഴ്വരയിൽ നിന്ന് നിന്നെ കൈപിടിച്ചുയർത്തി നിത്യസ്നേഹത്തിന്റെ സാന്ത്വന സത്രത്തിൽ കൊണ്ടുപോയി പരിചരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ പരിഹസിക്കുന്നവർക്ക് നിങ്ങൾ തീർച്ചയായും അന്യരാണ്. എന്നാൽ സ്വർഗസ്ഥ പിതാവിന് നിങ്ങൾ പ്രിയപ്പെട്ട മകനും മകളുമാണ്. വലിയ വില കൊടുത്ത് നേടിയ വിലപ്പെട്ട മക്കളാണ് നമ്മൾ. കർത്താവ് നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കില്ല, തള്ളിക്കളയില്ല. ലോകത്തെയും സാത്താനെയും തോൽപ്പിച്ച് കീഴടക്കി ജയിച്ച കർത്താവ് നമ്മോട് കൂടെയുള്ളപ്പോൾ പരാജയങ്ങളെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. തോറ്റതുകൊണ്ട് നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്, സർവശക്തനാണ്. ജീവിത പരീക്ഷണങ്ങൾ നമ്മുടെ ബലഹീനതകൾ വെളിപ്പെടുത്തുവാൻ മാത്രമുള്ളതല്ല, നമ്മിലെ വിസ്മയ ശക്തിയുടെ അനന്ത സാധ്യതകൾ തിരിച്ചറിയുവാനും കൂടിയുള്ള നിമിത്തങ്ങളാണ്. ദൈവ നിയോഗങ്ങളിൽ പരാജിതനും ഫെലിസ്ത്യരുടെ അടിമയും അന്ധനുമായ ശിംശോൻ ദൈവശക്തിക്കു വേണ്ടി അവസാനമായി അപേക്ഷിച്ചു. വീണുപോയ അവനെ തള്ളിക്കളയാതെ, അവന്റെ അപേക്ഷ നിരസിക്കാതെ ഒരു പ്രാവശ്യം കൂടി വിസ്മയ ശക്തി നൽകി അവനെ പ്രബലനാക്കി. പരാജയത്തിന്റെ നിസ്സഹായതയിൽ അമിതബലത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലെ തളർന്ന മനസ്സിലും അശുഭചിന്തകളിലും ദൈവം സ്വർഗീയ ചൈതന്യം പകരും. ക്ഷീണിതരും പരാജിതരുമായ നമ്മൾ അജയ്യരായി ഉയർത്തെഴുന്നേൽക്കും. ഒരു ശക്തിക്കും നമ്മെ തടയുവാൻ കഴിയില്ല. യെശയ്യാപ്രവചനം 40-ാം അധ്യായം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലർക്ക് ശക്തി പകരുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ
ശക്തിയറ്റ് വീഴാം. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ജീവിത പരീക്ഷണങ്ങളിൽ ഇടറി വീണുപോയവരെ യെശയ്യാ പ്രവചനത്തിലെ വിജയത്തിന്റെ കാഹളധ്വനിയായ ഈ വിസ്മയ വചനങ്ങളാൽ ദൈവം ശക്തിപ്പെടുത്തട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.